റംസാൻ എന്നാൽ നോമ്പുതുറയും മൈലാഞ്ചിയിടലും മാത്രമല്ല, വരാനിരിക്കുന്ന വിഷു കൈനീട്ടത്തിലും വിഷുക്കണിയിലും മാത്രം ഒതുങ്ങുന്നതുമല്ല. എല്ലാത്തിലും പൊതുവായുള്ളത് പുത്തൻ വസ്ത്രങ്ങളാണ്. പെരുന്നാളും വിഷുവും അടുത്തെത്തിയതോടെ പുത്തൻ ട്രെൻഡുകളും വസ്ത്രവിപണിയിൽ നിറഞ്ഞുകഴിഞ്ഞു. കണ്ണൂരിൽ നിന്നും അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓരോ സമയത്തും ഓരോ ട്രെൻഡുകളാണ്. ഏത് പ്രായക്കാരായാലും അതിന് മാറ്റമൊന്നുമില്ല. തന്തവൈബായാലും ജനറേഷൻ സെഡായാലും ഒക്കെ അവരവർക്കിണങ്ങിയ വസ്ത്രങ്ങൾ അത് പ്രധാനപ്പെട്ടതാണ്. പെരുന്നാളും വിഷുവും അടുത്തതോടെ പുതുപുത്തൻ ട്രെൻഡുകളും വിപണിയിൽ നിറഞ്ഞു കഴിഞ്ഞു. കൂട്ടത്തിൽ കുട്ടികൾക്കാണ് വസ്ത്രങ്ങളോട് ഏറ്റവും കൗതുകം. പുത്തൻ ഉടുപ്പ് എന്നാൽ അവർക്ക് സന്തോഷമാണ്. ഗുണമണിയായ റസൂലുള്ളാഹ് കണ്ണി പകരും മുഹമ്മദ് മാസിൻ മുഹമ്മദ് ഷറാഫ് മുഹ്മിന ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രെൻഡുകൾ പലതരത്തിലാണെങ്കിലും ഓരോ ജനറേഷനും പ്രത്യേകം എന്നൊന്നില്ല. അവരവർക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡുകൾ അവരവർ തന്നെ തെരഞ്ഞെടുക്കുന്നു. ആഘോഷത്തിന് കുറവില്ലെന്ന് ഓരോരുത്തരും ഒരുപോലെ പറയുന്നു. അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ വർഷം നന്നായിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും കുറച്ചുകൂടി സത്യം പറഞ്ഞാൽ ഈ ബ്യൂട്ടിയിലൊക്കെ കുറച്ചുകൂടി കോൺഷ്യസ് ആകാൻ തുടങ്ങി. അതെ, നമുക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടാൽ ഒരു കോൺഫിഡൻസ് ആണ്. നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീല് വൈബൊക്കെ തോന്നിക്കും. കുടുംബമായി എത്തി എല്ലാവർക്കുമുള്ളത് ഒന്നിച്ചു വാങ്ങി മടങ്ങുക, അതാണ് പൊതുവെയുള്ള രീതി. അങ്ങനെ ഇപ്പോ റംസാനൊക്കെ അടിപൊളിയാക്കാൻ തീരുമാനിച്ചു. എന്തായാലും കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്താ? ഇല്ല, എടുക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ നോക്കിക്കോ. അടിപൊളി കളക്ഷൻ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. എടുത്ത് എല്ലാവർക്കും പർച്ചേസ് ചെയ്ത് വാങ്ങിയോ ഡ്രസ് വാങ്ങിയോ? പെരുന്നാൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ വിഷുവും എത്തുന്നത് കടകളിലെ തിരക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ആളുകൾ കടകളിലേക്ക് എത്തുന്നതിന് കുറവൊന്നും വരുന്നില്ല. പിടിച്ച ഒരു മിനിറ്റ്. അച്ഛന്, അമ്മയ്ക്ക്, അനിയന്, അനിയത്തിക്ക്, അമ്മമ്മക്ക് എല്ലാവർക്കും വേണ്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പെരുന്നാളും വിഷുവൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. എന്തായാലും ഈ പെരുന്നാളും വിഷുവൊക്കെ ആഘോഷിക്കുമ്പോൾ പുതിയ വസ്ത്രമില്ലാതെ അത് ആഘോഷിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. അതുകൊണ്ടുകൂടിയാണ് കുടുംബത്തിലെല്ലാവർക്കും പുതിയ ഡ്രസ്സ് എൻ്റെ വക ആയിക്കോട്ടെ എന്നങ്ങ് തീരുമാനിച്ചത്. എന്തായാലും അടിപൊളിയായി ഇത്തവണ പെരുന്നാളും വിഷുവും നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്.